എന്റെ പേര് ബെനഡിക്ട് രഞ്ജിൽ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എനിക്ക് ദൈവം ധാരാളം കഴിവുകൾ തന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഇതുപോലത്തെ വീഡിയോ ഉണ്ടാക്കാനുള്ള കഴിവ്. Good morning to all. Amy. Present teacher. Benjamin. Present teacher. Nixon. Present teacher. Anna. Present teacher. Angeline. Present teacher. ടീച്ചർ ഇന്നൊരു വിശുദ്ധനെ കുറിച്ച് പറഞ്ഞു തരാമോ? അത് കൊള്ളാം. ഈ കാലഘട്ടത്തിൽ വിശുദ്ധനായി ജീവിച്ചു മരിച്ച നിങ്ങളുടെ സമപ്രായക്കാരനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആരാണ് ഈ വിശുദ്ധൻ? കാർലോ അക്വിറ്റസ് ആണ് ആ കൗമാരക്കാരൻ. വിശുദ്ധനായിട്ടില്ല, പക്ഷേ സഭയിൽ വിശുദ്ധിയിലേക്കുള്ള യാത്രയിലാണ്. ധന്യനാണിപ്പോൾ. നിങ്ങളെപ്പോലെ കമ്പ്യൂട്ടറും സോഷ്യൽ മീഡിയയും ഉപയോഗിച്ച വ്യക്തിയാണ് കാർലോ. ടീച്ചർ, കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിച്ചാൽ വിശുദ്ധനാകാൻ പറ്റുമോ? കമ്പ്യൂട്ടറും സോഷ്യൽ മീഡിയയും ദൈവത്തിനായി ഉപയോഗിച്ചാണ് കാർലോ ഇപ്പോൾ ധന്യനായത്. ടീച്ചർ, കാർലോ എവിടെയാണ് ജനിച്ചത്? 1991 മെയ് 3 ഇംഗ്ലണ്ടിലെ ലണ്ടനിൽ ആൻഡ്രിയ അക്യൂട്ടസിന്റെയും ആന്റോണിയോ സെൻസാനിയുടെയും മകനായി കാർലോ ജനിച്ചു. ടീച്ചർ, കാർലോയുടെ റോൾ മോഡൽ ആരായിരുന്നു? കാർലോയുടെ മാതാപിതാക്കളും ഫ്രാൻസിസ് അസീസിയും ഫാത്തിമയിൽ മാതാവ് ദർശനം നൽകിയ വിശുദ്ധ ഫ്രാൻസിസ്കോയും ജസീന്തയും അൽത്താരഭാരന്മാരുടെ മാതൃകയായിരുന്ന ഡൊമിനിക് സാവിയോയും ലൂർദിലെ വിശുദ്ധ ബെർണിലിത്തയുമായിരുന്നു. ടീച്ചർ, കാർലോ എത്രാമത്തെ വയസ്സിലാണ് വിശുദ്ധ കുർബാന സ്വീകരിച്ചത്? 7ാമത്തെ വയസ്സിലാണ് കാർലോ വിശുദ്ധ കുർബാന സ്വീകരിച്ചത്. ആഴ്ചയിൽ ഒരു ദിവസം കാർലോ കുമ്പസാരിക്കുകയും ചെയ്തിരുന്നു. ടീച്ചർ, കാർലോ കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കാറുണ്ടോ? കാർലോ ഗെയിം കളിച്ചതിന്റെ സമയം കളയാറില്ല. ദിവ്യകാരണത്തോടും മാതാവിനോടും വളരെ ഇഷ്ടമായിരുന്നു. കൊന്ത ചൊല്ലിയും ദിവ്യകാരണ അത്ഭുതങ്ങൾ ശേഖരിക്കുവാനും വളരെയേറെ സമയം കണ്ടെത്തിയിരുന്നു. ടീച്ചർ, കാർലോ കമ്പ്യൂട്ടറിലൂടെ ദൈവത്തിന് എന്താണ് ചെയ്തത്? കാർലോ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി. അതിൽ സഭ അംഗീകരിച്ച ലോകത്തിലെ വിശുദ്ധ കുർബാനയുടെ വിവിധങ്ങളായ അത്ഭുതങ്ങൾ ശേഖരിച്ചു വെച്ചു. ദിവ്യകാരുണ്യം സ്വർഗത്തിലേക്കുള്ള ഹൈവേ ആണെന്നാണ് കാർലോ പറയാറുള്ളത്. ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ സന്ദർശിക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും മോശം ആരോഗ്യം അതിനനുവദിച്ചില്ല. ടീച്ചർ, കാർലോ എത്രാമത്തെ വയസ്സിലാണ് മരിച്ചത്? 15ാമത്തെ വയസ്സിൽ ലുക്കീമിയ ബാധിച്ചാണ് കാർലോ മരിച്ചത്. തന്നെ ശുശ്രൂഷിച്ച ഡോക്ടേഴ്സ് കാർലോയോട് വേദനയുണ്ടെന്ന് ചോദിച്ചപ്പോൾ എന്നേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്ന ആളുകളുണ്ടെന്ന് കാർലോ പറയുക പതിവായിരുന്നു. ടീച്ചർ, കാർലോ ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിച്ചിരുന്നത്? തനിക്ക് ലുക്കീമിയ ബാധിച്ചപ്പോൾ തന്റെ സഹനം മാർപ്പാപ്പയ്ക്കും തിരുസഭയ്ക്കും വേണ്ടി കാഴ്ചവെച്ചു. കാർലോ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരുടെയും മധ്യസ്ഥനാണ്. ടീച്ചർ, ലുക്കീമിയയോ? ലുക്കീമിയ എന്നാൽ ബ്ലഡ് ക്യാൻസർ എന്നാണ്. ടീച്ചർ, കാർലോ എന്നാണ് മരിച്ചത്? 2006 ഒക്ടോബർ 12 രാവിലെയാണ് കാർലോ ഭൂമിയിൽ നിന്ന് വിടവാങ്ങിയത്. കാർലോയുടെ ആഗ്രഹപ്രകാരം കാർലോയുടെ മൃതശരീരം അസീസിൽ സംസ്കരിച്ചു. ഇപ്പോഴും ശരീരം അഴുകാതെ ഇരിക്കുന്നു. കാർലോയോട് പ്രാർത്ഥിക്കുന്നവർക്ക് വളരെയേറെ അനുഗ്രഹം ലഭിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറയൂ. ടീച്ചർ, ഞാൻ പറയാം. ഈശോയുടെ മാർഗത്തിൽ നടന്ന് മറ്റുള്ളവരുടെ നന്മകൾക്ക് വേണ്ടി ആഗ്രഹിച്ച് നന്മകൾ ചെയ്ത് ജീവിച്ചാൽ അവിടുന്ന് നമ്മെ വളരെ അധികമായി ഉയർത്തും. സ്വർഗം നമുക്ക് നൽകുകയും ചെയ്യും. നല്ല കുട്ടികൾ, ഇനി നമുക്കെല്ലാവർക്കും അടുത്ത ആഴ്ച കാണാം.